നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. വേനൽ കനത്തു. ചുട്ടുപൊള്ളുന്ന വെയിലിൽ കരുണയുടെ തണുപ്പുമായി ഷാജിയും സഞ്ചരിക്കുന്ന തണ്ണീർപ്പന്തലും. കനത്ത വേനലിൽ നഗരത്തിലൂടെ ദാഹിച്ചു വലിഞ്ഞു നീങ്ങുന്നവർക്ക് ഇപ്പോൾ ഷാജി ഒരു തണൽമരമാണ്. സ്വന്തം വരുമാന മാർഗമായ ഓട്ടോറിക്ഷയെ ഒരു സഞ്ചരിക്കുന്ന തണ്ണീർപ്പന്തലാക്കി മാറ്റി നാടിന് മാതൃകയാവുകയാണ് പൊതുപ്രവർത്തകൻ കൂടിയായ MJ ഷാജി. തൈരും തണുത്ത വെള്ളവും ചേർത്ത് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ പാകത്തിന് ചേർത്തൊരുക്കിയ നാടൻ സംഭാരം വഴിയാത്രക്കാർക്കും ബസ് സ്റ്റോപ്പുകളിൽ കാത്തു നിൽക്കുന്നവർക്കും വലിയ ആശ്വാസമാകുന്നു. നിത്യേന 25 ലിറ്ററോളം സംഭാരമാണ് ഷാജി സൗജന്യമായി വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം 200ഓളം യാത്രക്കാർക്കാണ് സംഭാരം നൽകുവാൻ കഴിഞ്ഞത്. ആശുപത്രി പരിസരത്ത് കത്തുന്ന വെയിലിൽ ഒരു രോഗി തലകടങ്ങി വീഴുന്നത് നേരിൽ കണ്ടതാണ് ഷാജിയെ ഈ കാരുണ്യ പ്രവൃത്തിയിലേക്ക് നയിച്ചത്. വെയിലിൽ വാടുന്ന ഒരാൾക്കെങ്കിലും താങ്ങാവണമെന്ന ആഗ്രഹത്തിൽ നിന്നാണ് സഞ്ചരിക്കുന്ന തണ്ണീർപ്പന്തൽ എന്ന ആശയം ജനിച്ചതെന്ന് ഷാജി പറഞ്ഞു. ഇത് കടുത്ത വേനൽ ചൂടാണ് ഇപ്പോൾ സംസ്ഥാനം നേരിടുന്നത്. ഇന്ന് തന്നെ ഏതാണ്ട് അലർട്ടുകളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ 2 ദിവസമായി ഞാൻ ഈ നഗരത്തിൽ എത്തുന്ന യാത്രക്കാർ, അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നവർ എല്ലാം ചൂടിൽ വെന്തുരുകുകയാണ്. അപ്പോൾ അവർക്കൊരു ചെറിയ ആശ്വാസം എൻ്റെ എന്ന നിലയിൽ ഞാൻ സൗജന്യമായിട്ട് ഒരു തണ്ണീർപ്പന്തൽ ഒരുക്കി. സഞ്ചരിക്കുന്ന തണ്ണീർപ്പന്തലാണിത്. ഈ നഗരത്തിലൂടെ നീളം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇത് പാസ് ചെയ്യും. ആവശ്യക്കാർക്ക് എൻ്റെ ഒരു ചെറിയ സൗജന്യ സംഭാര വിതരണം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അനേകം ആൾക്കാർ വന്ന് ഇത് കുടിക്കുകയും അവർക്ക് വലിയൊരു ആശ്വാസമെന്നാണ് അവർ പറയണത്. കാരണം എന്നാന്ന് വെച്ചാൽ വെന്തൊഴുകുകയാണ്. രാവിലത്തെ ചൂട് തന്നെ വേർത്തൊഴുകുകയാണ്. അത് എൻ്റെ ഉപജീവനമാർഗ്ഗമാണ്. ഞാൻ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ വരുമാനത്തിന് വേണ്ടി ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നു. ആ വരുമാനത്തിൽ നിന്ന് ഒരു വീതം മാറ്റിവെച്ചാണ് ഞാൻ ഈ സംരംഭം ഉണ്ടാക്കിയിരിക്കുന്നത്. രാവിലെ 9 മണിക്ക് തുടങ്ങുന്ന ഓട്ടോ സവാരിക്കിടയിലും ഷാജിയുടെ മുൻഗണന ദാഹിക്കുന്നവർക്കാണ്. ഓട്ടം ചെന്നു നിൽക്കുന്ന ഇടങ്ങളിലും സ്റ്റാൻഡുകളിലും അദ്ദേഹം ഈ പുണ്യപ്രവൃത്തി തുടരുന്നു. പലരും പണം നൽകാൻ തയ്യാറാകുമെങ്കിലും പുഞ്ചിരിയോടെ അത് നിരസിക്കുന്ന ഷാജി സേവനത്തിന് പ്രതിഫലം വേണ്ടെന്ന നിലപാടിലാണ്. ആരിൽ നിന്ന് യാതൊരുവിധ പൈസയോ അതുപോലെ തന്നെ യാതൊന്നും മേടിക്കുന്നതല്ല. ഇനി ആരെങ്കിലും തന്നാൽ അത് സ്നേഹത്തോടെ ഞാൻ നിരസിക്കുകയും ചെയ്യും. അതാണ് എൻ്റെ രീതി. ഞാൻ 1 രൂപ പോലും സംഭാവന മേടിച്ചല്ല അത് ചെയ്യുന്നത്. ഇത് ഈ വേനൽ ശമിക്കുന്നവരെ ഇത് തുടരണമെന്നാണ് ആഗ്രഹം. അതിനുള്ളൊരു സംഭവമാണ് ഞാൻ ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് എല്ലാം അരച്ചു കൊണ്ടുവന്ന് അതിൻ്റെ കൂട്ടുകളൊക്കെ ചേർത്ത് തൈര് മേടിച്ച് ഉടച്ച് ശുദ്ധമായ ജലത്തിലാണ് ഉണ്ടാക്കണേ. വൈകിട്ട് വെയിലാടുന്നത് വരെ നീളുന്ന ഷാജിയുടെ ഈ സേവനം വേനൽ ചൂട് കുറയുന്നത് വരെ തുടരാനാണ് തീരുമാനം. ലാഭേച്ഛയില്ലാതെ ഷാജി നടത്തുന്ന ഈ സ്നേഹസ്പർശത്തിന് നഗരവാസികളിൽ നിന്നും വലിയ ജനപിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങളിലും ഇടപെട്ട് ഷാജി നടത്തിയ ഒറ്റാൾ പോരാട്ടങ്ങൾ മുൻപും ശ്രദ്ധേയമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. പഠനത്തിനപ്പുറം ജീവിതം തൊട്ടറിയാം. ഭാവിയെ രൂപപ്പെടുത്തുന്ന അറിവിന്റെ തിരുമുറ്റം നിർമ്മല കോളേജ് മൂവാറ്റുപുഴ. റാങ്കുകളുടെ തിളക്കമാർന്ന പാരമ്പര്യം. NAC A++ മികവിന്റെ കരുത്തിൽ വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ഉറച്ച ചുവടുവെപ്പ്. ഇവിടെ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. നിങ്ങളുടെ സർഗാത്മകതയെ ലോകത്തിന് മുന്നിലെത്തിക്കാൻ നിർമ്മല കൂടെയുണ്ട്. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ.